ഹലോ. ഉറക്കം നിയന്ത്രിക്കുന്ന രണ്ട് പ്രധാന സംവിധാനങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് സർക്കേഡിയൻ റിഥം എന്ന ജൈവ ഘടികാരവും സ്ലീപ്പ് പ്രഷർ എന്ന ഉറക്ക മർദ്ദവും. സർക്കേഡിയൻ റിഥം എന്നത് ശരീരത്തിനുള്ളിലെ ഏകദേശം 24 മണിക്കൂർ ദൈർഘ്യമുള്ള സ്വാഭാവിക സമയചക്രമാണ്. ഇത് ഉറക്കത്തെ മാത്രമല്ല, ഭക്ഷണ സമയം, ഹോർമോൺ സ്രവണം, ശരീര താപനില, മെറ്റബോളിസം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു. ഇത് പ്രധാനമായും പ്രകാശവും ഇരുട്ടും, അതായത് ലൈറ്റ് ഡാർക്ക് സൈക്കിൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. തലച്ചോറിലെ സുപ്രാകിയാസ്മാറ്റിക് ന്യൂക്ലിയസ് എന്ന ഭാഗമാണ് ഈ ജൈവ ഘടികാരത്തെ നിയന്ത്രിക്കുന്നത്. കണ്ണുകളിലൂടെ ലഭിക്കുന്ന പ്രകാശ വിവരങ്ങൾ ഉപയോഗിച്ച് ഇത് ഓരോ ദിവസവും ശരീരത്തിന്റെ സമയക്രമം ക്രമീകരിക്കുന്നു. മനുഷ്യന്റെ സ്വാഭാവിക ജൈവ ദിവസം ഏകദേശം 24 മണിക്കൂറും 15 മിനിറ്റും ദൈർഘ്യമുള്ളതാണെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു. രാത്രി സമയം മെലറ്റോണിൻ ഹോർമോൺ ഉണ്ടാകുന്നു. അത് ഉറക്കം വരാൻ സഹായിക്കുന്നു. പകൽ സമയത്ത് മെലറ്റോണിൻ ഹോർമോൺ കുറയുകയും ജാഗ്രത വർദ്ധിക്കുകയും ചെയ്യുന്നു. മെലറ്റോണിനെ ഉറക്കത്തിന്റെ ഹോർമോൺ എന്നാണ് പറയുന്നത്. ഇരുട്ട് വീഴുമ്പോൾ മസ്തിഷ്കത്തിലെ പീനിയൽ ഗ്രന്ഥി മെലറ്റോണിൻ എന്ന ഹോർമോൺ പുറത്തുവിടുന്നു. ഇത് ശരീരത്തോട് ഇപ്പോൾ ഉറങ്ങാനുള്ള സമയമാണ് എന്ന സന്ദേശം നൽകുന്നു. മെലറ്റോണിൻ നേരിട്ട് ഉറക്കം സൃഷ്ടിക്കുന്നില്ല, മറിച്ച് ഉറക്കം ആരംഭിക്കാനുള്ള സമയമെത്തിയെന്ന് ശരീരത്തെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. വൈകുന്നേരങ്ങളിൽ ഇതിന്റെ അളവ് വർദ്ധിക്കുകയും രാവിലെ വെളിച്ചം ലഭിക്കുമ്പോൾ കുറയുകയും ചെയ്യുന്നു. ജെറ്റ് ലാഗ് പോലുള്ള സാഹചര്യങ്ങളിൽ പലരും മെലറ്റോൺ സപ്ലിമെന്റുകൾ ഉപയോഗിക്കാറുണ്ട്. എന്താണ് ജെറ്റ് ലാഗ്? സമയ മേഖലകൾ കടന്ന് യാത്ര ചെയ്യുമ്പോൾ ശരീരത്തിന്റെ ജൈവ ഘടികാരം പുതിയ സ്ഥലത്തെ സമയവുമായി പൊരുത്തപ്പെടാതെ വരുന്നു. ഇതിനെയാണ് ജെറ്റ് ലാഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിൽ ഒരു 2.5 മണിക്കൂറിന്റെ സമയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ 2.5 മണിക്കൂർ കുറവാണ് കിട്ടുന്നത്. ഇതിനെയാണ് ജെറ്റ് ലാഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സമയവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് ജെറ്റ് ലാഗ് എന്ന് പറയുന്നത്. ശരീരത്തിന് പുതിയ സമയക്രമവുമായി പൊരുത്തപ്പെടാൻ കുറച്ച് ദിവസങ്ങൾ ആവശ്യമാണ്. പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുമ്പോൾ ശരീരം അതിനോട് കൂടുതൽ എളുപ്പത്തിൽ പൊരുത്തപ്പെടുന്നു. കാരണം മനുഷ്യന്റെ സ്വാഭാവിക ജൈവ ദിവസം 24 മണിക്കൂറിനേക്കാൾ അല്പം കൂടുതലാണ്. ദിവസവും ഒരേ സമയം ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നത് സർക്കേഡിയൻ റിഥം സ്ഥിരപ്പെടുത്തുന്നു. മൊബൈൽ സ്ക്രീൻ ലൈറ്റ് രാത്രി സമയത്ത് കൂടുതലായാൽ ഈ റിഥം തെറ്റിപ്പോകാം. സ്ലീപ്പ് പ്രഷർ. നാം ഉണർന്നിരിക്കുമ്പോൾ സമയത്ത് തലച്ചോറിൽ അഡിനോസിൻ എന്ന രാസവസ്തു ക്രമേണ അടിഞ്ഞുകൂടുന്നു. ഇതാണ് ഉറങ്ങാനുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത്. സാധാരണയായി 12 മണിക്കൂർ മുതൽ 16 മണിക്കൂർ വരെ ഉണർന്നിരുന്നാൽ ഉറക്കം ശക്തമായി അനുഭവപ്പെടുന്നു. ഉറങ്ങുമ്പോൾ അഡിനോസിൻ കുറയുകയും വീണ്ടും ഉണരാൻ സഹായിക്കുകയും ചെയ്യുന്നു. കൂടുതൽ സമയം ഉണർന്നിരുന്നാൽ സ്ലീപ്പ് പ്രഷർ കൂടുകയും ഉറക്കം വരികയും ചെയ്യും. ഇടയ്ക്ക് ചെറുതായി ഒന്ന് ഉറങ്ങിയാൽ സ്ലീപ്പ് പ്രഷർ കുറയും. കാപ്പി, ചായ, എനർജി ഡ്രിങ്കുകൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ അഡിനോസിന്റെ പ്രവർത്തനം തടയുന്നു. അതിനാൽ ക്ഷീണം തോന്നാതെ ജാഗ്രത നിലനിർത്താൻ സഹായിക്കുന്നു. എന്നാൽ കഫീന്റെ സ്വാധീനം അവസാനിച്ചാൽ അടിഞ്ഞുകൂടിയ അഡിനോസിൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനാൽ കൂടുതൽ ക്ഷീണവും ഉറക്കവും അനുഭവപ്പെടാം. അതിനാൽ വൈകുന്നേരങ്ങളിലും രാത്രിയിലും കഫീൻ ഉപയോഗിക്കുന്നത് ഉറക്കത്തെ ഗണ്യമായി തടസ്സപ്പെടുത്തും. രണ്ട് സംവിധാനങ്ങളും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. സർക്കേഡിയൻ ഋതുവും സ്ലീപ്പ് പ്രഷറും പരസ്പരം ബന്ധപ്പെട്ടതാണെങ്കിലും അവ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. അതിനാൽ ഉറക്കക്കുറവുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ഒരാൾക്ക് അപ്രതീക്ഷിതമായി ഉന്മേഷം അനുഭവപ്പെടാം. ഇത് ജൈവ ഘടികാരത്തിന്റെ സ്വാധീനമാണ്. ഈ രണ്ട് സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാണ് നമ്മുടെ ഉറക്കം നിയന്ത്രിക്കുന്നത്. സർക്കേഡിയൻ റിഥം എപ്പോൾ ഉറങ്ങണം എന്ന് പറയുന്നു. സ്ലീപ്പ് പ്രഷർ എത്ര ഉറക്കം വേണമെന്ന് നിർണ്ണയിക്കുന്നു. ഉറക്കം ശരീരത്തിന്റെ ആരോഗ്യ സംരക്ഷകൻ മാത്രമല്ല, ഉറക്കം തലച്ചോറിന് മാത്രമല്ല, ശരീരത്തിന്റെ എല്ലാ പ്രധാന അവയവങ്ങൾക്കും ആവശ്യമാണ്. മതിയായ ഉറക്കം ലഭിക്കുമ്പോൾ രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുന്നു, ഹൃദയം ആരോഗ്യകരമായി പ്രവർത്തിക്കുന്നു, ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു, ശരീരകോശങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നു, മെറ്റബോളിസ പ്രവർത്തനങ്ങൾ ശരിയായി നടക്കുന്നു. അതുകൊണ്ട് മതിയായ ഉറക്കം ഏത് പ്രായത്തിലുള്ളവർക്കും വളരെ അത്യാവശ്യമാണ്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ.